കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലെ യുവതിയുടെ മരണം കൊലപാതകം. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണ് എന്ന വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. നേരത്തെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ശ്വാസം മുട്ടിച്ചാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലെ കൊന്നത് എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ഉള്ളടക്കം, അല്ലേ? അതെ. നമുക്കിപ്പം രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഇതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. യുവതിയുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ ഒരു മറുപടി എന്താണ്? ജയലക്ഷ്മി, അതായത് സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് തിരുവില്ലാമല സ്വദേശിയായ സനൂഫിനെയാണ്. സനൂഫും കൊല്ലപ്പെട്ട ഫസീലയും ഒരുമിച്ചാണ് ഞായറാഴ്ച രാത്രി എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. തിങ്കളാഴ്ച രാത്രി സനൂഫ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ ലോഡ്ജിലെ ജീവനക്കാരോട് പണം എടുത്തിട്ട് തിരികെ വരാം എന്നറിയിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ തിരികെ എത്തിയില്ല. സംശയം തോന്നിയതിനെ തുടർന്ന് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു. അതോടുകൂടി തന്നെ സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്നലെയാണ് ഫസീലയെ റൂമിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ എന്തായാലും ഇപ്പോൾ കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്വാസം മുട്ടിച്ചാണ് സനൂഫ് ഫസീലയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. പോലീസ് സനൂഫിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ്ജിലേക്ക് ഇരുവരും കാറിലാണ് വന്നിരുന്നത്. ഈ കാറ് പാലക്കാട് ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതും മറ്റൊരാളുടെ കാറാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഭർത്താവുമായി അകന്നതിന് ശേഷമാണ് ഫസീല ഈ സനൂഫുമായി അടുപ്പത്തിലാകുന്നത്. ഇതിനിടെ തന്നെ സനൂഫിനെതിരെ ഒരു പീഡന പരാതി ഫസീല ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിലൊരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് രണ്ടുപേരും ലോഡ്ജിലേക്ക് വന്നിട്ടുള്ളത്. ഈ പീഡന പരാതി നൽകിയതിലുള്ള വൈരാഗ്യമാകാം കൊലപ്പെടുത്താൻ കാരണമെന്നാണ് എന്തായാലും കേസന്വേഷിക്കുന്ന നടക്കാവ് പോലീസ് പ്രാഥമികമായി തന്നെ കരുതുന്നത്. ഈ പ്രതിക്ക് വേണ്ടി, സനൂഫിന് വേണ്ടി വാണ്ടഡ് നോട്ടീസ് അല്പസമയത്തിനകം തന്നെ പുറത്തിറക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തം. ശ്വാസം മുട്ടി